എക്സിറ്റ് പോൾ പറഞ്ഞവരൊക്കെ എക്സിറ്റ് ഗേറ്റ് വഴി കടന്നു പോകണം എന്നാണ് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ അല്ലേ? ഇന്ത്യൻ അലയൻസ് 230+ സീറ്റ്സിൽ ലീഡ് ചെയ്യുക, NDA 290+ സീറ്റ്സിൽ. എന്തായിരുന്നു? ഇനിയിപ്പോൾ നമുക്ക് ഇന്നലെ വരെ നമ്മൾ ചോദിക്കാത്ത, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് രാവിലെ വരെ നമ്മൾ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ, ഇനി ഇന്ത്യൻ അലയൻസ് എങ്ങാനും ഗവൺമെന്റ് ഉണ്ടാക്കുമോ അറിയില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം NDA സർക്കാരിന് അടിപതറിയത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം എന്നുള്ളതിന്റെ ചെറിയൊരു വിശദീകരണമോ ഒരു ഡിസ്കഷനുമാണ് ഈ വീഡിയോ. ഫസ്റ്റ് റീസൺ മൈറ്റ് ബി, ഇതൊരു സിംഗിൾ ഇഷ്യൂ എലക്ഷൻ ആയിരുന്നു. അതായത് ഒന്നെങ്കിൽ മോദിക്കൊപ്പം അല്ലെങ്കിൽ മോദിക്കെതിരെ ഒരു മോദി ഫാക്ടർ. ഇനി മോദി ഫാക്ടർ നോക്കുകയാണെങ്കിലോ, ആദ്യത്തെ ഇലക്ഷൻ കൗണ്ടിങ് തുടങ്ങി ആദ്യത്തെ 3 മണിക്കൂറോളം മോദി അയോധ്യയിൽ പിന്നിലായിരുന്നു. വോട്ട് കൗണ്ടിൽ 6000 വോട്ടുകൾക്ക് പിന്നിൽ, 10000 വോട്ടുകൾക്ക് പിന്നിൽ. അത് കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് ക്ഷീണിച്ചാണ് ഇന്ന് 1.5 ലക്ഷം ആളുടെ വോട്ടിംഗ് മാർജിൻ ഹാസ് ഡിക്രീസ്ഡ്. ഇനി മോദിക്ക് ഒപ്പോണന്റ് ആയി നിന്ന ആള് ഫസ്റ്റ് ടൈം ഇലക്ഷന് നിന്നപ്പോൾ ഹിസ് വോട്ട് ഷെയർ വാസ് 50,000, 50,000. പിന്നീട് അത് ആൾ 1.5 ലക്ഷമാക്കി കൂട്ടി. ഇന്ന് അയാളുടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് 4.5 ലക്ഷമാണ്. എത്രത്തോളം വോട്ട് ഷെയർ അദ്ദേഹം ഇൻക്രീസ് ചെയ്തു. ദ ഐഡിയ ഓഫ് റിലീജിയൻ, പോളറൈസേഷൻ, മതസ്പർദ്ധ ഇപ്രാവശ്യം ഇലക്ഷനിൽ നടന്നില്ല. അത് UP വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദലിത് വിഭാഗമായിക്കോട്ടെ, OBC ആയിക്കോട്ടെ, മുന്നോക്ക വിഭാഗമായിക്കോട്ടെ, BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് ഷെയർ പോലും വളരെയധികം ഗ്രാജുവലി കുറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഒരു ഫലമായിട്ട് കേന്ദ്രമന്ത്രിമാർ, 6ഓളം കേന്ദ്രമന്ത്രിമാരായിരുന്നു ബാക്കിൽ മുന്നോട്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്ന സ്മൃതി ഇറാനി പോലും 1.5 ലക്ഷത്തിന്റെ മാർജിനിലൊക്കെയാണ് തോറ്റുപോയത്. ഇനി മൂന്നാമതൊരു റീസൺ ആയിട്ടുള്ളത് 400 പാർ എന്ന് പറയുന്ന സ്ലോഗൻ, അതായത് 400+ എത്തുമെന്നുള്ള നരേന്ദ്രമോദിയുടെ അരോഗൻസ്, ഓവർ കോൺഫിഡൻസ് വളരെയധികം വിപരീതമായിട്ടാണ് ആളുകളിലേക്ക് എത്തിയത്. ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര അധികം ചർച്ച ചെയ്തത് ഒരു പക്ഷെ മുന്നത്തെ അടിയന്തരാവസ്ഥ കാലത്തോ അല്ലെങ്കിൽ 1977 ഇലക്ഷനിലോ മറ്റുമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് സംഭവിക്കും? പക്ഷെ ഇന്ന് വീണ്ടും അതുപോലെ ഒരു ചർച്ച ജനങ്ങൾക്കിടയിൽ എത്തുകയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വത്തായിട്ടുള്ള നമ്മുടെ ഭരണഘടന പോലും തിരുത്താൻ പറ്റുമെന്നും മറ്റുള്ള കാര്യങ്ങളും ചർച്ചയാവുകയും, അതുപോലെ തന്നെ ഇവർ മെജോറിറ്റിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ ഇവരെങ്ങനെയാവും നമ്മുടെ രാജ്യത്തെ മാറ്റാ എന്നുള്ള ആളുകളുടെ ഉത്കണ്ഠ, അവരുടെ ആകുലത, അവരുടെ പേടി ഒക്കെ നമുക്ക് ഈ ഇലക്ഷൻ റിസൾട്ട്സിൽ കാണാനായിട്ട് സാധിക്കും. ഇനി BJPക്ക് ഒരു കൺഫേംഡ് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ രാജസ്ഥാനിൽ, ഹരിയാനയിൽ, ചില പാർട്സ് ഓഫ് UP നോക്കുകയാണെങ്കിൽ ജാട്ട്, രാജ്പുത്സ് അവരൊന്നും ഇപ്രാവശ്യം BJPയെ തുണച്ചില്ല. ഇനി അഞ്ചാമതൊരു റീസൺ നോക്കുകയാണെങ്കിൽ, കെജ്രിവാൾ ബെയിലിന് ഇറങ്ങിയ സമയത്ത് കെജ്രിവാൾ പറയുകയുണ്ടായി, BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഒന്നാമതായി നടക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥിനെ മാറ്റുമെന്നും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മോദി റിട്ടയർ ആവുമെന്നും അറ്റ് 75 ഹിൽ ഗെറ്റ് റിട്ടയർഡ് എന്നുള്ള ഈ 2 കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇതിൽ രണ്ടാമത്തെ കാര്യമായിട്ടുള്ള മോദി റിട്ടയർ ആവും എന്നുള്ളത് BJP മുന്നിട്ടിറങ്ങി അതിലെ നേതാക്കളൊക്കെ അതിനെ തിരുത്തുകയുണ്ടായി. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എന്നോണം ഒരാൾ പോലും യോഗി ആദിത്യനാഥിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ള ഒന്നും പറയാനായിട്ട് മുന്നിട്ട് വന്നില്ല. ഇത് മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും അതിന്റെ ഫലവും നമുക്ക് UP റിസൾട്ട്സിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ അലയൻസ് ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ആന്ധ്രാപ്രദേശിലുള്ള ചില ഘടകകക്ഷികളും മഹാരാഷ്ട്രയിലുള്ള ചില ഘടകകക്ഷികളും ഒഡീഷയിലുള്ള ചില ഘടകകക്ഷികളും ഒക്കെ തീരുമാനിച്ചാൽ, അവർ ഒത്തുചേർന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ 230+ ഉള്ള ഇന്ത്യ അലയൻസ് ഒരു 268, 272 ആണ് നമ്മുടെ മാജിക് നമ്പർ. പിന്നെ ഒഡീഷയിലും മഹാരാഷ്ട്രയിലുള്ളവരും കൂടി ഒന്ന് പിന്തുണച്ചാൽ ഒരു പക്ഷേ ഗവൺമെന്റ് ഉണ്ടാക്കിയേക്കാം. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ വലിയ പൊളിറ്റിക്കൽ ഡ്രാമാസിലേക്കും റിസോർട്ട് ഡ്രാമാസിലേക്കും ഒക്കെ ആവാം. പക്ഷേ ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് ഇത്രയധികം റിസോഴ്സസിൽ ഡിസ്പാരിറ്റി ഉണ്ടായിട്ടും, അതായത് കോൺഗ്രസിനുള്ള റിസോഴ്സസും NDAക്കുള്ള റിസോഴ്സസും വളരെ വ്യത്യാസമായിരുന്നു. അതുപോലെ തന്നെ ഇത്രയധികം ഏജൻസീസ് NDAക്ക് കൂടെ ഉണ്ടായിട്ടും, ഇത്രയധികം ജയിൽ ഡ്രാമാസ് നടന്നിട്ടും, ഇത്രയധികം പൊളിറ്റിക്കൽ സിനാരിയോസ് നടന്നിട്ടും
പക്ഷേ ഇന്ന് ഇന്ത്യൻ ജനത മറുപടി കൊടുത്ത് കണ്ടപ്പോൾ ഇന്ത്യ എന്നുള്ള ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ആക്കം, ഒരു മുന്നോട്ടുള്ളത് കണ്ടപ്പോൾ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വേറൊരു എത്തിനോട്ടം എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ടിൽ ദെൻ